ഹായ് ഹലോ, നമ്മുടെ ചാനലിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാം. ഒത്തിരി പേർക്കും അറിയാവുന്നതാ, പണ്ട് മുതലേ എല്ലാവരും ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുന്നതാ. ഞാൻ ഒത്തിരി നാളായത് ഒന്ന് കഴിച്ചിട്ട്. ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് വയ്ക്കണം. അതല്ലേ പിന്നെ അത് അടുക്കി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഞാനിവിടെ വെള്ളോട്ടുരുള്ളി എടുത്താണ് വെച്ചേക്കുന്നത്. ഇതാകുമ്പോൾ നല്ല ഇതാണ്. നെയ്യൊഴിച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് 3-4 വറ്റൽമുളകും ഇട്ട് കുറച്ച് സവാളയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടാം. അത് ഓപ്ഷണലാണേ, വേണമെങ്കിൽ ഇട്ടാൽ മതി. നല്ല കളറൊക്കെ ആയിരിക്കും കാണാനും, പിന്നെ ഒരു രുചിയും ഒക്കെ ഉണ്ടാവും. ക്യാരറ്റ് കൂടെ ഇട്ട് ഇളക്കിയിട്ട് പിന്നെ സേമിയ അതിലിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കണം. എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ച വെള്ളം അതിലൊഴിക്കണം. ഒത്തിരി അങ്ങ് വെള്ളം കൂടാൻ പാടില്ല, കുഴഞ്ഞു പോകും. നമ്മൾ എത്രയാണോ എടുത്തേക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള വെള്ളം ഒഴിക്കണം. ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. വെള്ളം വറ്റി എന്നാകുമ്പോൾ കുറച്ച് തേങ്ങ ചിരകിയത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതും നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിക്കണം. ഇപ്പോൾ സേമിയ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിൽ ഇച്ചിരി നെയ്യൊഴിച്ച് കടലപ്പരിപ്പ്, കപ്പലണ്ടി, കുറച്ച് മുന്തിരി, ഇത് മൂന്നും വറുത്ത് കോരി നമുക്ക് ഇതിലേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ ഉപ്പുമാവ് റെഡി. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ.
അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ.